അപ്പോഴേ നമ്മൾ ഇന്നൊരു യാത്രയിലാണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. നമ്മളിപ്പോൾ ഉള്ളത് MC റോഡിലാണ്. അപ്പോൾ ഗുരുവായൂർക്കാണ് ഇന്നത്തെ യാത്ര. രാവിലെ ഒരു 7 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 8 മണിയായി. വെഞ്ഞാറമൂട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പോണ വഴിക്ക് ഫ്യൂൽ അടിക്കണം കേട്ടോ. നീ നോക്കിക്കൊള്ളേ ഫ്യൂൽ പമ്പ്. നമ്മൾ രാവിലെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ആക്ച്വലി 5 മണിക്ക് ഇറങ്ങണമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ 7 മണിയായി. ആക്ച്വലി ഇത് നമ്മൾ ആദ്യത്തെ വെർണയിലുള്ള ആദ്യത്തെ യാത്രയാണ്. ലോങ് ട്രിപ്പ്. വെർണ കൊള്ളാം, നല്ലപോലെ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിസിബിലിറ്റി ഒരു വലിയ വിഷയമാണ്. HP പമ്പുണ്ട്. നമ്മൾ ഫ്യൂൽ അടിച്ചിട്ട് പുറത്തിറങ്ങി. 98 രൂപ 5 പൈസയാണ് ഡീസലിന്റെ പ്രൈസ്. 2500 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചിട്ടുണ്ട്. അടൂരാണ്. ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് അടൂർ ടൗൺഷിപ്പ് എത്തുന്നത്. നമ്മൾ ശബരിമലയൊക്കെ പോകുന്നത് ഇവിടുന്ന് റൈറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം വണ്ടി മൂവ് ആവുന്നുണ്ട് കേട്ടോ ഇവിടെ കേട്ടോ. തിരക്കുണ്ടെങ്കിലും റോഡ് ഇച്ചിരി തിരക്കില്ലേ? തിരക്കുണ്ടെങ്കിലും വണ്ടി മൂവ് ആവുന്നുണ്ട്. എനിക്കൊന്ന് ലോറികളൊക്കെ കുറവാണെന്ന് തോന്നുന്നു മറ്റേ ഹൈവേ അപേക്ഷിച്ച് നോക്കുമ്പോൾ. നമ്മളിപ്പോൾ അടൂർ ബൈപ്പാസിന് ഇപ്പർ സൈഡിൽ എത്തിയേട്ടാ. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോകാനുള്ളത്. ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് നമുക്ക് ഇവിടുന്ന്. അപ്പൊ അടൂര് ഔട്ടർ ബൈപ്പാസിൽ നിന്ന് നേരെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് സ്ട്രെയിറ്റ് പോയ കായംകുളമാണ്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം. ഇവിടെ സൈൻ ബോർഡ്സ് എല്ലാം ഉണ്ട്. പന്തളം കോട്ടയം എല്ലാം ഇവിടുന്ന് റൈറ്റ് ആണ്. പണ്ടാണെങ്കിൽ ചോദിച്ച് പോകണമായിരുന്നു. ഇപ്പൊ പിന്നെ സൈൻ ബോർഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ ഗൂഗിൾ മാപ്പും കൂടെ ഉള്ളതുകൊണ്ട് വലിയ വിഷയമില്ല, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ പന്തളം അല്ലേ എത്തിയത്? നമ്മളിപ്പം പന്തളം. അതെ പന്തളം. ഇവിടെ അടുത്താണോ പാലസ്? പന്തളം കൊട്ടാരം അല്ലേ? പന്തളം കൊട്ടാരം ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. കുറച്ചു നേരത്തെ ബോർഡ് കണ്ട പോലെ തോന്നുന്നു കേട്ടോ. 2 കിലോമീറ്റർ ഫ്രണ്ടിലാണ്. ഞാൻ ആക്ച്വലി MC റോഡ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും നമ്മൾ മറ്റേ ഹൈവേ കൂടെ അല്ലേ പോണത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് MC റോഡ് വലിയ പിടുത്തമില്ല. പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ബോർഡ് കണ്ട. അപ്പൊ അതിനടുത്തായിരിക്കുമോ? ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ അടുത്തായിരിക്കാം ചിലപ്പോ. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതല്ലേ ഈ റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ ഈ റൈറ്റ് സൈഡിലുള്ളതാണ് പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രം. പാലസ്, പന്തളം പാലസ് അതിനകത്താണ്. പന്തളം പാലം. ഇതാണ് പന്തളം പാലം. ഇനി പന്തളം പാലസ് എവിടെയാണെന്ന് പറഞ്ഞില്ല എന്ന് പറയും. അവിടെ ഒരു കുഞ്ഞു ബോർഡ് വെച്ചിരിക്കുന്നു പന്തളം പാലസിന്റെ. അതെ, അത് നോക്ക്, അവിടുത്തെ ആ ഒരു വ്യൂ നോക്ക്. അടിപൊളി വ്യൂ. നമുക്ക് കണ്ടാ അത് ആ വയലും ഇതൊക്കെ കാണണ്ടേ? ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിരുന്ന എങ്ങനെ ശരിയാവും? അപ്പോഴേ നമുക്ക് നേരെ കോളം കയറി പോവാമോ, അതോ നമുക്ക് മൂവാറ്റുപുഴ പോയി അങ്കമാലി എല്ലാം കയറി തൃശ്ശൂർ വഴി പോവാമോ? അങ്കമാലി വഴി പോവാമോ? അങ്കമാലിയിൽ അമ്മാവനാരെങ്കിലും ഉണ്ടോ? പ്രധാനമന്ത്രി? സ്ഥിരം എറണാകുളം കൊടുങ്ങല്ലൂർ റൂട്ടാണ് പോണത് അല്ലേ ഗുരുവായൂർ പോകുമ്പോൾ. ഇപ്രാവശ്യം നമുക്ക് മാറ്റി പിടിക്കാം. അപ്പൊ നമുക്കിനി നേരെ കോട്ടയം എത്തിയിട്ട് കാണാം അല്ലേ? സമയം ഇപ്പൊ എത്രയായി? സമയം 9:30 മണി. നമ്മൾ പന്തളം കഴിഞ്ഞു. ഇവിടെ നല്ല തിരക്കുണ്ട്. നമ്മളിപ്പം തിരുവല്ല കഴിഞ്ഞു. ജസ്റ്റ് തിരുവല്ല കഴിഞ്ഞിട്ടേ ഉള്ളൂ. മുത്തൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അവിടെ ബോർഡ് കണ്ടത്. തിരുവല്ലയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങിയ ഓക്കെ കഴിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഹോട്ടൽ നോക്കിക്കോ. തിരുവല്ല ചെറുതായിട്ട് വിശക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ലൈറ്റ് എന്തെങ്കിലും കഴിക്കാം. ഏതെങ്കിലും വെജ് റെസ്റ്റോറൻറ്റ് അമ്പലത്തിൽ പോകണുണ്ടേ. അല്ലെങ്കിലും നമ്മളിപ്പോൾ വ്രതമാണ്. ശബരിമല യാത്ര ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെജ് റെസ്റ്റോറൻ്റ് ആണ് ഇന്ന് നോക്കാനുള്ളത്. അപ്പം നോക്ക്, വെജ് റെസ്റ്റോറൻറ്റ് നോക്ക് കേട്ടോ. ചായ കാപ്പി. ഇത് പഴയ റോഡാണേ. എന്താ അവിടെ കിടക്കണം ആ പാലം. ഇതാണ് പഴയ റോഡ്, MC റോഡ്.
ഇനി എം സി റോഡിന്റെ വേറൊരു കാര്യം ഉണ്ട് ഉള്ള എന്തെന്നറിയാമോ? പണ്ട് എം സി റോഡും കുഞ്ഞു റോഡായിരുന്നു. ഈ ശബരിമല പോകുമ്പോൾ എനിക്കറിയാം, ശബരിമല പോകുമ്പം ആദ്യമൊക്കെ നമ്മൾ പോകുമ്പോൾ ചെറിയ റോഡ്, മീൻസ് വീതി കുറഞ്ഞ റോഡായിരുന്നു എം സി റോഡ്. നിറയെ വലിയ വലിയ വളവും തിരിവും എല്ലാം ഉള്ള. അങ്ങനെ അതിനുശേഷമാണ് എം സി റോഡ് വീതി കൂടിയത്. വീതി കൂടി നല്ല രീതിയിൽ ഉള്ള റോഡായത്. അങ്ങനെ നമ്മൾ കോട്ടയെത്തി. സമയം 10:50, 10:50. ഇതല്ലേ ഈ പണി തീരാതെ കിടക്കുന്ന ആകാശപാത? ഇതാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പകുതിയായി നിർത്തിയതാണ്. നമുക്കിവിടെ നിന്ന് എങ്ങോട്ടാ പോകാനുള്ളത്? നമ്മൾ സ്ട്രൈറ്റ് ആണ്. സ്ട്രൈറ്റ് എടുത്തിട്ട് അടുത്ത റൈറ്റ്. ഫുഡ് കഴിച്ചില്ലേ നമ്മള്? ഇവിടെ എവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചില്ലേ ഗൂഗിൾ മാപ്പ് വഴി? ഇവിടെ അടുത്താണ്. എന്തായിരുന്നു പേര്? ഹോട്ടൽ ആര്യാസ് ഗ്രാൻഡ് വെജ്, കോട്ടയം. അപ്പൊ ഇവിടെ കയറി നമുക്ക് ഫുഡ് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട് റെസ്റ്റോറൻറ്റ്? കൊള്ളാം അല്ലേ? എന്തായാലും ഇത് കണ്ടുപിടിച്ചത് നന്നായി. അമ്മയാണ് ഇത് കണ്ടുപിടിച്ചത്. വാഷ്റൂമും കൊള്ളാം, നല്ല ക്ലീനാണ്, ആംബിയൻസും കൊള്ളാം, സർവീസും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ മസാല ദോശ വന്നിട്ടുണ്ട്. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. കൊള്ളാം. അമ്മുകുട്ടി എങ്ങനെയുണ്ട്? ആണോ? ഓക്കെ, അടിപൊളി. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം. ഫുഡടി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ല ഫുഡായിരുന്നു, നമുക്ക് കുഴപ്പമില്ല. പൈനാപ്പിൾ ജ്യൂസ് കുറച്ച് മോശമായിട്ട് നമുക്ക് അപ്പം തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ അവരത് മാറ്റി ഞങ്ങളടുത്ത് വാട്ടർമെലൺ ജ്യൂസ് തന്നു. അത് നല്ലതായിരുന്നു. വേറെ സർവീസൊക്കെ നല്ല സർവീസായിരുന്നു, കൊള്ളായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പോവാം. നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് നമുക്ക് തന്നിരിക്കുന്ന എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ എന്ന് പറയുന്നത് 3:55, അതായത് 4 മണിയാണ്. അപ്പം നമ്മളിനി ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്നുകൂടെ ഇറങ്ങണം ഫുഡ് കഴിക്കാനെങ്ങാനും. അപ്പം 4:30 മണിക്ക് നമ്മൾ ഗുരുവായൂർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി നമുക്ക് പറ്റിയ ഇന്നത്തെ പ്രശ്നം ഈ 5 മണി എന്ന് പറയുന്ന 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത് 7 മണിയായപ്പോഴാണ് നമുക്ക് പറ്റിയ പ്രശ്നം. 5 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ഒരു 1 മണിക്കൊക്കെ നമുക്ക് ഗുരുവായൂർ എത്താൻ പറ്റുമായിരുന്നു. കുഴപ്പമില്ല, പോയ ഉടനെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ കയറണം കേട്ടാ. അപ്പൊ നമുക്ക് പോവാം. എല്ലാരും നമ്മളവിടെ വരണം കേട്ടാ. ഇതാണ് മീനച്ചിലാറ്. അതിന്റെ കുറുകെയുള്ള പാലത്തിന്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. മീനച്ചിലാറ് ഇതാണോ? ഞാൻ അറിയാം, അവിടെ എഴുതി വെച്ചിരുന്നു. ആണോ? പോലുണ്ടായിരുന്ന? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ, മീനച്ചിലാറ്. നമ്മളിപ്പോ എവിടെ എത്തി? നീലിമംഗലം, കോട്ടയം സംക്രാന്തി. കൂത്താട്ടുകുളം അല്ലേ? ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോഴേ, ഏറ്റുമാനൂരല്ലേ നേരത്തെ കഴിഞ്ഞ ഒരു മെയിൻ ജംഗ്ഷൻ. ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോ പിന്നെ റോഡിന്റെ ആ ഒരു രീതിയൊക്കെ മാറിയണ്ട, ഫുൾ കംപ്ലീറ്റ് വളവും തിരിവായിരുന്നു. അതുവരെ ഇച്ചിരി സ്ട്രൈറ്റ് റോഡ്സ് ആയിരുന്നു, ചെറിയ വളവൊക്കെ ഉള്ളു. മറ്റത് ഭയങ്കര വളവായിരുന്നു അല്ലേ? പക്ഷെ കൊള്ളാം കേട്ടാ. നമുക്ക് എന്ന് പറഞ്ഞാല് ഹൈവേ വഴി പോണേനേക്കാളേ കുറച്ച് സമാധാനമുണ്ട് ഇവിടെ. ചെറിയ ചെറിയ ടൗൺഷിപ്പുകൾ വന്നിങ്ങനെ കൺജസ്റ്റഡ് ആവും എങ്കിലും അത് കഴിഞ്ഞ് നമുക്ക് കുറെ ദൂരം ഫ്രീ ആയിട്ട് ഓടാൻ കിട്ടും. ഇടയ്ക്കിടയ്ക്കല്ലേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അതെ അതെ അതെ. അടുത്തിന് നമ്മൾ മൂവാറ്റുപുഴ. പക്ഷെ കൂത്താട്ടോളം കഴിഞ്ഞപ്പോ നേരത്തെ അത്രയും വലിയ വളവുകളില്ല അല്ലേ? പിന്നെ ഇവിടത്തെ ഒരു വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയതേ, ഇവിടെ പല വീടുകളുടെയും ഗേറ്റ് അടച്ചിട്ടില്ല. നമ്മളവിടെയൊക്കെ എല്ലാ ഗേറ്റുകളും ക്ലോസ്ഡ് ആയിരിക്കും. ആരെങ്കിലും കയറുമ്പോ തുറന്ന് കയറുന്നു, വീണ്ടും അടയ്ക്കുന്നു. ഗേറ്റ് തുറന്ന് കിടന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ മിക്ക വീടുകളുടെയും നോക്കി നോക്ക്, ഗേറ്റ് എല്ലാം തുറന്ന് മലർത്തിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ എത്തിയല്ലേ? നമുക്ക് സ്ട്രെയിറ്റ് അല്ലേ? ഇനി 81 കിലോമീറ്റർ ആണ് തൃശ്ശൂർ കാണിക്കുന്നത്. ആണോ? മൂവാറ്റുപുഴ തൃശ്ശൂർ 81 കിലോമീറ്റർ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ പോവാം. തൃശ്ശൂർ ഗുരുവായൂർ എത്ര കിലോമീറ്റർ വരും? 25 കിലോമീറ്റർ വരുമായിരിക്കും അല്ലേ? സമയം ഇപ്പൊ എത്രയായി? 1:30.
ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് കാലടി ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്. ഇവിടെയാണല്ലേ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാലടി ബസ് സ്റ്റാൻഡ്. ഇത്ര അടുത്തടുത്താണ്. നമ്മളിത് കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. ഇതെന്തുവാണ് ഈ ഒരു ഒരു ഗോപുരം പോലെ ഇവിടെ നിൽക്കുന്ന സംഭവം? അറിയില്ല. എന്തുവാണ് അവിടെ ബോർഡ് എന്തെങ്കിലും കാണുമല്ല? ശ്രീ ശ്രീ കാഞ്ചി ശങ്കര പബ്ലിക് സ്കൂൾ കാലടി CBSE സ്കൂളിന്റെ ബിൽഡിംഗ് ഇത്. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപമാണ് കേട്ടോ അത്. ആദിശങ്കര ഭഗവത്പാദ കീർത്തി സ്തംഭ മണ്ഡപം കാലടി കേട്ടോ. അതിനകത്ത് ഇനി സ്കൂൾ എങ്ങാനും വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സ്കൂൾ അതിനകത്തായിരിക്കൂല, ആ കോമ്പൗണ്ടിനകത്തായിരിക്കാനല്ലേ സാധ്യത. ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണേ. അങ്കമാലി എയർപോർട്ട് ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ഇന്റർനാഷണൽ എയർപോർട്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് കറക്റ്റ്. എവിടെ എത്തി? അങ്കമാലിന്ന് റൈറ്റ്, ലെഫ്റ്റ് പോയാ എറണാകുളം, റൈറ്റ് പോയാ തൃശ്ശൂര്, പാലക്കാട്, കോയമ്പത്തൂർ. അങ്കമാലിന്ന് റൈറ്റ് എടുത്ത് തൃശ്ശൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ 4 ലൈൻ ഹൈവേ ആണ്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നല്ല ടോൾ പ്ലാസയുടെ. 1.25 കിലോമീറ്റേഴ്സ്. അങ്ങനെ നമ്മള് പാലിയേക്കര ടോൾ പ്ലാസയിലെത്തി. നമ്മളെ ഇപ്രാവശ്യത്തെ ട്രിപ്പിലെ ആദ്യത്തെ ടോൾ ആണല്ലേ. എത്രയാണ് കാറിന് എമൗണ്ട്? 90. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേട്ടോ കമ്പനിയുടെ പേര്. അപ്പൊ നമ്മൾ ഈ സർവീസ് ഹൈവേന്ന് സർവീസ് റോഡ് എടുത്തിട്ട് അടുത്ത് നമ്മള് തൃശ്ശൂർ കയറാൻ പോവാണേ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മള് നേരെ തൃശ്ശൂർ പോയിട്ട് നമുക്ക് കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം അല്ലേ. കഴിച്ചിട്ട് നമുക്ക് ഗുരുവായൂർ പോവാം. പോയി കുളിച്ച് അമ്പലത്തിൽ പോണം. ഇതാണ് പരിപാടി. ഇവിടെ റോഡിന് നടക്ക് വലിയൊരു ഉരുളി ഇരിക്കണ. ഉരുളിയല്ലേ എന്താ പറയണത്? ഉരുളിയല്ലേ? അത് രസമുണ്ടല്ലേ അത്. അത് കൊള്ളാം കേട്ടോ. ഈ നമ്മളെ കേരളത്തിന്റെ പൈതൃകപരമായ ഇതുപോലത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. ഈ മൺമറഞ്ഞു പോയ കുറെ സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ അമ്മിക്കല്ല്, ആട്ടുകല്ല്, മൺകലം, പിന്നെ കൂജ, പിന്നെ ഈ പാന, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഈ ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൗണ്ട് ബോട്ടുകളിലെ ഇതുണ്ടാക്കി ഇതിന്റെയൊക്കെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറയിലെ പിള്ളേർക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന പറഞ്ഞാൽ അമ്മനിങ്ങനെ കണ്ടേ 5 പ്രാവശ്യം കാണുമ്പോ ഇങ്ങനെ എന്താ സാധനം, ഇതെന്തോന്ന് സാധനം ചോദിച്ച് മനസ്സിലാക്കും. നല്ല ഒരു ഉറക്കം കഴിഞ്ഞിരിക്കുന്ന ഇരിപ്പുണ്ടാവും. ഞങ്ങൾ തൃശ്ശൂർ പൂങ്കുന്ന കഴിഞ്ഞിട്ട് ഒരു ഹോട്ടല് തപ്പിപ്പിടിച്ചു. ശരവണ ഭവൻ, ശ്രീമു ശരവണ ഭവന. അറിഞ്ഞൂടാ, ഞാനാണ് ഇതിന്റെ പേര്. ഇവിടെ പണ്ടൊരു ഈ സെയിം ബിൽഡിങ്ങിൽ പണ്ടൊരു അതിന്റെ പേരെന്തായിരുന്നു? വിശ്വാസ് അല്ലേ. വിശ്വാസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു പണ്ട് ഈ സെയിം ബിൽഡിങ്ങിൽ. അപ്പോൾ അത് നല്ല കുറച്ച് കൊള്ളാമെന്നുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അത് തപ്പിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ വിശ്വാസ് കൂട്ടിയിട്ട് ഈ സെയിം ബിൽഡിങ്ങിൽ അവരെ ഇൻറ്റീരിയർ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോഴത്തെ അതേ ഇൻറ്റീരിയറൊക്കെ തന്നെയാണ് ഇവിടെ ശരവണ ഭവൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ ചില്ലി ഗോപിയും ചപ്പാത്തിയും ഓർഡർ ചെയ്ത് ഇനി കഴിച്ചിട്ട് കാണാം. എന്തായാലും വിശന്ന് നല്ല ടയർഡാണ്. ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. റോഡ് പണി നടക്കണം കേട്ടോ. റോഡിന്റെ പൊക്കം കൂട്ടി കോൺക്രീറ്റ് റോഡ് ചെയ്യണേ.
ഇവിടെ ഫ്ലൈറ്റ് ഇറക്കാൻ വല്ല പദ്ധതിയുണ്ട്. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഈ സ്ഥലത്തും എനിക്ക് എപ്പോഴും ഭയങ്കര മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ ഗുരുവായൂർ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഇവിടെ എത്തുമ്പോഴേ ഇവിടെ ഒരു പ്രത്യേക ഫീലുള്ള ഒരു സ്ഥലമാണ്. അത് ഗുരുവായൂർ ലെഫ്റ്റ് അല്ലേ ബോർഡ് വെച്ചിരുന്നത്? ഓക്കെ, നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? സാധാരണ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ നോക്കാൻ വേണ്ടി ചൂണ്ടലെത്തി നമ്മള്. ഇനി ഗുരുവായൂരെത്താൻ എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ ഉണ്ടാവും? 5, 6? 7.1 കിലോമീറ്റർ. ഓക്കെ. നമ്മുടെ നാവിഗേറ്റർ അമ്മുവാണ്. അപ്പൊ അമ്മുവാണ് എനിക്കിപ്പോ റൂട്ടെല്ലാം പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങള് 7 കിലോമീറ്ററൂടെ ഉള്ളൂ ഗുരുവായൂരെത്താൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് എടുക്കും. നമ്മളിപ്പോ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവർ അല്ലേ, ഇതിപ്പോ പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറാണ്. നേരത്തെ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോ ഓർമ്മയുണ്ട, നമ്മൾ അപ്പുറത്തൂടെ എല്ലാം ചുറ്റിക്കറങ്ങിയാണ്. ഈ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരുന്നോണ്ടാണ്. ഗുരുവായൂർ ഫ്രണ്ടിൽ ഇതോ നിൽപ്പുണ്ട്. ആരാണ്? കൃഷ്ണന്റെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട. അതോ കൃഷ്ണന്റെ ബാക്കിൽ അവിടെ ആ മരത്തിന്റെ മരത്തിന്റെ താഴെ ഇങ്ങനെ ചിറവും വെച്ചിരിക്കുന്നുണ്ട. നമ്മള് റൂം ഇവിടെ എലൈറ്റിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ എലൈറ്റ് അല്ലേ? എലൈറ്റ് എത്തി. ഞങ്ങള് പോയി കുളിച്ച് റെഡിയായി ഒന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ.